മക്കളുടെ മുഖത്ത് വിരിയുന്ന ഈ സന്തോഷത്തിന് സത്യം പറഞ്ഞ ഒരുപാട് പൈസയൊന്നും ചെലവാക്കേണ്ടെന്ന കാര്യമില്ലെന്നേ. നമ്മുടെ സ്നേഹവും സമയവും കുറച്ച് എഫേർട്ടും മതി. അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ച കേശുട്ടന്റെ 5ാം പിറന്നാളിലേക്ക് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോവാം. വായോ. രാവിലെ തന്നെ നമ്മള് കാഞ്ചി കാമാക്ഷി അമ്മനെ കണ്ടൊന്ന് തൊഴുതു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എൻ്റെ കുട്ടിക്ക് എന്നും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി അവരോട് പെരുമാറാനും കഴിയുന്ന ഒരു നല്ല മനുഷ്യനാക്കി വളർത്താൻ പറ്റണേ എന്നാണ് എന്നും ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. ഇന്ന് നമ്മൾ നേരെ പോയത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ്. ടിഫിൻ ശാസ്ത്ര ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ്. നല്ല ആംബിയൻസും നല്ല തിരക്കുള്ളൊരു റെസ്റ്റോറൻ്റ് ആണ്. ആദ്യം നമ്മളൊരു കോഫി ഓർഡർ ചെയ്തു. ശേഷം നമ്മുടെ മിനി സാമ്പാർ ഇഡ്ഡലി വന്നു കേട്ടോ. ഇത് അപാര ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. മുന്നേ ഒരു ദിവസം വിച്ചു ഇത് ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് കാരണം ഞങ്ങളെ കൂടെ ഒന്ന് ട്രൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ഞാനും കേശുകുട്ടനും സത്യം പറഞ്ഞാൽ അതിൻ്റെ ഫാൻസ് ആയിട്ട് മാറി. അത് കാര്യമുണ്ട് കേട്ടോ. അത് വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും. എനിക്ക് അതുകൊണ്ട് ഒന്നും പറയാൻ പോലും വാക്കുകൾ കിട്ടിയില്ല. നല്ല നെയ്യുടെ ഫ്ലേവറൊക്കെ ഉള്ള സാമ്പാർ കിട്ടില്ല ടേസ്റ്റാണ്. നിങ്ങളും അവസരം കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ. പിന്നെ നമ്മളൊരു പൊടി മസാല ദോശ ഓർഡർ ചെയ്തിരുന്നു. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് നമ്മളൊരു സെറ്റ് എന്ന് പറയുന്നത് മിനി പൊടി ഇഡ്ഡലിയാണ്. അപ്പോൾ ഇതും നല്ല ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. എന്നാലും സാമ്പാർ ഇഡ്ഡലിയുടെ തട്ട് താന്ന് തന്നെ ഇരിക്കും. നമ്മൾ ഇത്തിരി പൈസ കൂടുതൽ കൊടുത്തിരുന്നാലും ശരി, നല്ല ഫുഡ് കഴിച്ചിറങ്ങുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. ചില സ്ഥലത്തുണ്ട് നമ്മൾ ചുമ്മാ പൈസ കൊടുത്തിട്ട് ഒരു വകയ്ക്ക് കൊള്ളില്ലാത്ത ഫുഡ് കഴിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ഉള്ള മനസ്സിൻ്റെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. പക്ഷേ ഇത് നല്ലൊരു ബർത്ത്ഡേ ആയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വീട്ടിൽ ഞാൻ കേശുകുട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നത്. അങ്ങനെ പിന്നെ അവൻ അതും ആസ്വദിച്ച് കുടിച്ചായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്കും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു HAP ഡെയിലി സ്റ്റോറിൽ നമ്മൾ വന്നിട്ട് ഒരു ഐസ്ക്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. മാംഗോ റാസ്ബെറി ഫ്ലേവറിലുള്ള ഒരു അടിപൊളി കേക്ക് ആയിരുന്നേ. SRB ഹൈദരാബാദി ബിരിയാണി. ഇവിടെ എപ്പോഴും നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചത്. ഭയങ്കര ക്വാണ്ടിറ്റിയാണ് കേട്ടോ. ഒരു ബിരിയാണി മേടിച്ചിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കഴിച്ചിട്ടും അധികമായിരുന്നു. പിന്നെ ഒരു ചെറിയ കേക്ക് കട്ടിങ്. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ 3 പേര്. അതിൽ കൂടുതൽ വേറെ സെലിബ്രേഷൻസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. സാധാരണ നമ്മൾ എല്ലാ ബർത്ത്ഡേക്കും എവിടെയെങ്കിലും പോകാറാണ് പതിവ്. ഇപ്രാവശ്യം പിന്നെ അങ്ങനെയൊന്നും ചെയ്തില്ല. ഓൾറെഡി നമ്മൾ നാട് വിട്ട് വേറൊരു സ്ഥലത്ത് നിൽക്കുകയാണല്ലോ. കേശുകുട്ടൻ പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയിൽ നിൽക്കുമായിരുന്നു. ഞങ്ങൾ എപ്പോഴും ഓർക്കും എത്ര പെട്ടെന്നല്ലേ വർഷങ്ങൾ പോകുന്നത്. ചെക്കനിപ്പോൾ 5 വയസ്സായി. ഇവനെ ജനിച്ച് നമ്മുടെ കയ്യിൽ കിട്ടിയ ആ സമയം മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം ബ്ലസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് വണ്ടി എടുത്ത് നേരെ മഹാബലിപുരത്തേക്ക് പോയി. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ അവിടെ എത്താനായിട്ട്. ബീച്ചിലേക്കാണ് വന്നത്. കാരണം കേശുകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ കളിക്കാനും മണ്ണിൽ കളിക്കാനും ഒക്കെ. ബീച്ച് എത്തുന്ന ആ വഴിയിൽ മുഴുവനായിട്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ്. നല്ല തിരക്കുണ്ട്. നമ്മളൊരു ശനിയാഴ്ചയാണ് പോകുന്നത്. അപ്പം അന്ന് നല്ല ക്രൗഡഡും ആണ്. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മൾ മഹാബലിപുരത്ത് വന്നിട്ടില്ല. ഈ ബീച്ച് സൈഡിലൊന്നും നമ്മൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു വൈബ് നമ്മൾ ആദ്യമായിട്ടാണ് ആസ്വദിച്ചത് അന്ന് പോയപ്പോൾ. നല്ല വെറൈറ്റിയിലുള്ള ശംഖുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. എനിക്ക് ഈ ശംഖിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ കാണുമ്പോൾ എപ്പോഴും കന്യാകുമാരിയാണ് ഓർമ്മ വരുന്നത്. നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഒരു ഓർമ്മയാണ്. പിന്നെ ഇത് ഇങ്ങനത്തെ കുറേ ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ കേശുകുട്ടന് ഒരേ ആഗ്രഹം അച്ഛൻ ഒന്ന് ട്രൈ ചെയ്യണമെന്ന്. അങ്ങനെ എന്തായാലും വിച്ചത് ട്രൈ ചെയ്തു. ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടിയായിരുന്നു കേട്ടോ. കേശുകുട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു ഗണപതിനെ അച്ഛൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് മോന് കൊടുക്കാനായിട്ട് പറ്റി. 50 രൂപ കൊടുക്കുമ്പോഴത്തേക്കും 6 പ്രാവശ്യം നമുക്കിങ്ങനെ എറിയാനായിട്ടുള്ള ചാൻസ് കിട്ടും. ഏതായാലും അങ്ങനെ ആ കുട്ടി ഗണപതി ഞങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലേക്ക് വന്നു. ചപ്പി അത് വിൻ ചെയ്തതിൽ കേശുക്കുട്ട സൂപ്പർ ഹാപ്പി ആയിരുന്നു കേട്ടോ. ബീച്ചിന്റെ അവിടേക്ക് ഇറങ്ങിയപ്പോഴാണ് കണ്ടോ ഇതുപോലെ കുറേ റൈഡുകൾ അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഉത്സവ സീസൺ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ടെമ്പററി ആയിട്ട് കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ചെയ്യാറില്ലേ. അപ്പം അതിൽ ഈ ഒരു റൈഡാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ, എനിക്കും വിച്ചുവിനും കേശുവിനും ഇഷ്ടപ്പെട്ട. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും അതിന് റെഡി ആയിട്ട് നിന്നു. ഒരു സംഭവം എന്ന് വെച്ചാലേ, ഞങ്ങൾ കയറുന്ന സമയത്ത് ഞങ്ങൾ 3 പേരും മാത്രമേ ആ റൈഡിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറി. റൈഡ് ഒരു മിനിമൽ സ്പീഡിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. സ്പീഡ് കൂട്ടണമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കേശുവിൻ്റെ കംഫർട്ടബിൾ അനുസരിച്ച് ഞങ്ങൾ വേണ്ട ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കും വിച്ചുവിനും വരെ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കേശുക്കുട്ടൻ്റെ കാര്യം പറയണ്ടല്ലോ, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. പിന്നെ ഹോഴ്സ് റൈഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ പിന്നെ അതൊന്നും ട്രൈ ചെയ്തില്ല.
അന്നലൂഞ്ഞാലും 12D തിയേറ്ററും പിന്നെ നമ്മൾ നേരത്തെ ട്രൈ ചെയ്ത പോലെ കുറേ ആക്ടിവിറ്റീസും പിന്നെ കുറേ ഫുഡ് ഐറ്റംസും അങ്ങനെയൊക്കെ ഉള്ള ഒരു അടിപൊളി വൈബ് തന്നെയാണ് കേട്ടോ അവിടുത്തെ ആ ഒരു ടൈമിൽ ബീച്ച് എന്ന് പറയുന്നത്. ഇത് ഷോർട്ട് ടെമ്പിൾ ആണ്. ആ ലൈറ്റിങ്ങിൽ ഷോർട്ട് ടെമ്പിൾ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നേ. ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്ഥലത്ത് മാത്രമല്ല കേട്ടോ, ബീച്ചിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ്. കടലിൽ ഇറങ്ങി കളിക്കണോ എന്നുള്ള ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ബർത്ത്ഡേ ബോയിയും കൊണ്ട് ഇവിടേക്ക് വന്നത്. അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെ ശിവാനി മോളെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ. കാരണം അവർ രണ്ടുപേരാണ് എപ്പോഴും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ അവിടെ നിന്ന് കളിച്ച് തിമിർത്തു. അടിമുടി നനഞ്ഞു, ഫുൾ മണലും വെള്ളവും ഒക്കെ ആയിട്ട് ആള് തിരിച്ച് കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ അവന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ഒരു 5 ലിറ്ററിൻ്റെ ബോട്ടിലിൽ വെള്ളവും എല്ലാം കരുതിയിട്ടാണ് പോയിട്ടുള്ളത് കാറിൽ. അപ്പോൾ നമ്മളെല്ലാം കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടാണ് പിന്നെ തിരിച്ച് അവനെ കാറിൽ കയറ്റിയത്. ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് പെട്ടെന്ന് വർക്കല ബീച്ചും നമ്മൾ നൈറ്റിലൊക്കെ ഫാമിലി ആയിട്ട് അവിടെ പോയതും ഒക്കെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഏതായാലും നല്ലൊരു സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കേശുക്കുട്ടനെ വളരെയധികം എൻജോയ് ചെയ്തു. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സോ ഗിഫ്റ്റോ ഒക്കെ മേടിച്ച് ബർത്ത്ഡേക്ക് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന എക്സ്പീരിയൻസിലേക്ക് അവനെ കൊണ്ടുപോകാനാണ് ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുള്ളത്. പിറ്റേ ദിവസം രാവിലെ കേശുകൊണ്ട് ഒരു ഗിഫ്റ്റും കൂടെ കിട്ടിയായിരുന്നേ. താഴെ താമസിക്കുന്ന ഫാമിലി കൊടുത്തതാണ്. നല്ല സന്തോഷമായി അതും കൂടെ കിട്ടിയപ്പോഴത്തേക്കും. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ബർത്ത്ഡേ വ്ലോഗ് അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രം ടീം ട്രാവലിംഗ് ട്രയോ.